എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയ വർഷത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ഒരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കിടക്കില്ല, അപ്പോൾ കുറച്ച് പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന ചിലരുണ്ടായിരിക്കുമല്ലോ. ഷുഗർ എല്ലാം കട്ട് ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു റാഗി സ്മൂത്തിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ മുഴുവൻ റാഗിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റാഗിയുടെ പൗഡറും ഇതുപോലെ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ റാഗി ആയതുകൊണ്ട് ഞാനിതൊരു 4 മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആ വെള്ളത്തിൽ നിന്നെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ കഴുകിയെടുത്ത് ഇതൊരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരഞ്ഞു കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ആ റാഗിയുടെ പാലെല്ലാം നമുക്ക് നന്നായിട്ട് അതിലേക്ക് ഇറങ്ങി വരും. ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കണം, കാരണം അത് ഹോൾ റാഗി ആയതുകൊണ്ട് അതിൻ്റെ ഒരു പിസിഡ് കാണുമല്ലോ. ആ പിസിഡ് നമുക്ക് ഇതുപോലെ സ്ട്രെയിനറിലേക്ക് ആ അരച്ചെടുത്തത് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ആ സ്ട്രെയിനറിലേക്ക് കിട്ടും. ഇനി നമുക്കതിൻ്റെ പാല് മാത്രമേ നമുക്കതിൻ്റെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ റാഗി നമ്മൾ അരിച്ചെടുത്ത് ഞാനിതൊരു സോസ് പാനിലേക്കാണ് അരിച്ച് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ പിസിഡ് ഇതുപോലെ ഞാൻ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം. അല്ല, ഞാനിവിടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതിന് പകരമായിട്ട് ഞാൻ കുറച്ച് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് റാഗി സ്മൂത്തിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് കുറുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലും താഴേക്കാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇത് കുറുക്കിയെടുക്കാൻ. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. മാത്രമല്ല ഫ്ലെയിം കൂടുതലാണെങ്കിൽ അടി പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ കരിഞ്ഞു പിടിക്കാതെ മീഡിയത്തിലും താഴെ ഫ്ലെയിം ആക്കി വെച്ച ശേഷം ഇത് കൈവിടാതെ ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്ത് നമുക്കിത് കുറുക്കിയെടുക്കാം. പെട്ടെന്ന് കുറുകി വരും. സാധാരണ നമ്മളിത് കുട്ടികൾക്കൊക്കെയാണ് ഇതിങ്ങനെ കുറുക്കി കൊടുക്കാറ്. പക്ഷേ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ മാനിച്ചുകൊണ്ട് നമ്മളിത് വലിയ ആളുകളും ഇതുപോലെ സ്മൂത്തി ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഇടനേരത്തൊക്കെയോ ഒക്കെ നമുക്ക് കഴിക്കുന്നത് വളരെ ഹെൽത്തി ആണെന്നാണ് നമ്മൾ പഠനം തെളിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. അതെല്ലാം റാഗിയെല്ലാം ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. കാരണം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഞാനിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഈന്തപ്പഴം, അതുപോലെ കശുവണ്ടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ബദാമും പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കുറുകിയ റാഗിയെല്ലാം തണുത്ത് വന്ന ശേഷം ഞാനിത് മിക്സിയുടെ ബൗളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുന്നതേ ഇല്ല. അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു റോബസ്റ്റ പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. നേന്ത്രപ്പഴം ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരേ ഒരു റോബസ്റ്റയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം, എന്നാൽ പെട്ടെന്ന് നമുക്ക് മിക്സായിട്ട് കിട്ടുമല്ലോ. ഇനി റോബസ്റ്റയുടെ കൂടെ തന്നെ ഞാൻ നേരത്തെ നമ്മൾ കുരുമാറ്റി വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഉണ്ടല്ലോ, ഒരു 6 ഈന്തപ്പഴം, ഒരു മീഡിയം സൈസ് ഈന്തപ്പഴമാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ആയതുകൊണ്ടാണ് നേരിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഹാർഡായിട്ടുള്ളതാണെങ്കിൽ ഒന്ന് കുതിരാനായിട്ട് വെക്കണം. ഇനി ഒരു ചെറിയൊരു ആപ്പിളിൻ്റെ പകുതി തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം കൂടെ ഇത് അരഞ്ഞ് കിട്ടും കേട്ടോ. ഇതുപോലെ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണിത്. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇത് സെർവ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചുള്ള കശുവണ്ടിയും അതുപോലെ ബദാമും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് സെർവ് ചെയ്യാനായിട്ട് കൊടുക്കാം. ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ക്ഷീണമൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇത് ഒരു നേരത്തെ ഒരു ഭക്ഷണമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. കൂടാതെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ റാഗി സ്മൂത്തി ഉണ്ടാക്കി നിങ്ങൾ കഴിച്ച് നോക്കണം. പുതിയൊരു വർഷത്തിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ ഈ ഒരു ഭക്ഷണം വളരെയധികം സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.